വിശദമായ വാർത്തയിലേക്ക്. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകിയതിൽ വന്ന പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. CV അനുമോദ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, എന്താണ് ബന്ധുക്കളുടെ ആരോപണം? ചികിത്സാ പിഴവ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. 4 വയസ്സുകാരന്റെ മരണം അനസ്തേഷ്യയിലുണ്ടായ പിഴവ് എന്നാണ് പറയുന്നത്. അനുമോദ്, കേൾക്കാമോ? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടിയുടെ ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് വയറ് കാലിയാക്കുന്ന, ശൂന്യമാക്കുന്ന നടപടികളുണ്ട്. അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാകാം ഇതിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെയായിരുന്നു കുട്ടിയുടെ ബന്ധുക്കൾ അന്ന് ഈ സംഭവം നടന്ന അന്ന് തന്നെ ആരോപിച്ചിരുന്നത്. അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കൊണ്ടോട്ടി DYSP ആണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്നൊരാവശ്യമാണ് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഇതിൽ കൂടുതൽ കുറ്റവാളികളുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അശ്രദ്ധയോ അതിൽ മനഃപൂർവ്വമായ പിഴവുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൊണ്ടോട്ടി DYSP ആണ് ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹം ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ മൊഴിയെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ആശുപത്രി അധികൃതർ പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അശ്വതി. അനുമോദ്, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ മുൻപ് എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ടോ ആശുപത്രിക്കെതിരെ? ഒപ്പം ഈ ആശുപത്രി അധികൃതർ ഇവരോട്, ബന്ധുക്കളോട് എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ? ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു തരത്തിലുള്ളൊരു ന്യായീകരണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നൽകുവാനോ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. പോലീസിൽ നിന്ന് ലഭിച്ച വിവരം മാത്രമേ ഉള്ളൂ എന്നൊരു മറുപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് പിഴവ് അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് ആശുപത്രി അധികൃതരുടെ നിസ്സംഗ നിലപാട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി പിഴവുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം ഞാൻ അനുമോദിലേക്ക് തിരിച്ചു വരാം. എന്റെ കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു പനിയോ വേറെന്തെങ്കിലും ഒരു അസുഖമോ ജലദോഷമോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാവുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയും പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ്. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന് മനസ്സിലാക്കണേ. ഇത്രയും ദിവസമായിട്ട് അവര് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് അവർ ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് അനുമോദ, അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വേദനയാണ് അവർക്കുള്ളത് എന്നുള്ളത്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക സൂചനയുണ്ട് ഈ അനസ്തേഷ്യ പിഴവാണ് ഇത്തരത്തിൽ ഈ ഹൃദയസ്തംഭനത്തിലേക്കൊക്കെ പോയത് എന്ന സൂചന കൂടിയുള്ള സാഹചര്യത്തിൽ ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ ഒരു രീതിയിലും അവരുമായി ബന്ധപ്പെടാനോ അവരോട് സംസാരിക്കാനോ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? തീർച്ചയായും അത് ആ അമ്മയുടെ വാക്കുകളിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഇവർക്ക് ഇതിന് മറ്റൊരു സങ്കടകരമായ കാര്യം, 6 വർഷം കാത്തിരുന്നാണ് ഇവർക്ക് കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞാണിപ്പോൾ ചികിത്സാ പിഴവ് കാരണം ഇല്ലാതെയായിരിക്കുന്നത്. വളരെ വേദനാജനകമായൊരു കാര്യമാണ്. മനുഷ്യത്വമുള്ളവർക്കൊക്കെ ഈ അല്പമെങ്കിലും സങ്കടം തോന്നുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും
ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകവും വേദനാജനകവും പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോഴീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതരുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചു. അവർ ഇതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃത്യമായ മറുപടി പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി പോലീസിൻ്റെ നടപടികളും നിയമ നടപടികളും മാത്രമാണ് ഇതിൽ മുന്നോട്ട് പോകേണ്ടതുള്ളത്. പക്ഷേ അപ്പോഴും ഇതിൽ നമുക്കറിയാം, ഈ ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് കയറ്റുന്നതിന് മുൻപ് പല നടപടിക്രമങ്ങളും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയാണ് ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ അവർക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളുകൾ നിയമത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എങ്കിൽ പോലും തികച്ചും പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് തന്നെ ഈ കുട്ടിയുടെ മരണം സംഭവിച്ച അന്ന് തന്നെ കുട്ടിയുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അവരുടെ ആശങ്ക ശരിയാണ്, അവരുടെ ആശങ്ക സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന കണ്ടെത്തൽ. രണ്ടാമതായിട്ട് അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് കുട്ടിയുടെ വയറ് ക്ലീനാക്കുന്ന, അതായത് ആമാശയത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഈ ഒരു ശസ്ത്രക്രിയയിലേക്ക് കടന്നത് എന്ന വിവരമാണ്, സൂചനകളാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്.